ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഈ വർഷം പുറത്തിറങ്ങിയ ഒരു ഹോളിവുഡ് ഹൊറർ മിസ്റ്ററി ചിത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ദ പാസഞ്ചർ. രാത്രി കാലങ്ങളിൽ ആ പ്രത്യേക കാട്ടിലൂടെ പോകുന്ന സഞ്ചാരികളെയും കാത്ത് ഒരു യാത്രക്കാരൻ നിൽപ്പുണ്ടാവും. അവനെ കണ്ടവർക്ക് പിന്നീട് ആ യാത്ര പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വല്യമ്മ മാത്രം പറയുകയുണ്ടായി, പണ്ടൊരാൾ സെന്റ് ക്രിസ്റ്റഫറുടെ ചർച്ചിലേക്ക് ഓടിക്കയറിയതുകൊണ്ട് ഈ സൈത്താന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്രേ. ബാക്കിയുള്ള കഥ നമുക്ക് ഈ സിനിമയിലൂടെ കാണാം. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഇരുട്ട് നിറഞ്ഞ കാട്ടിലൂടെ അതിവേഗത്തിൽ ഒരു കാറ് പോയിക്കൊണ്ടിരിക്കുന്നു. കാറിനകത്ത് 2 യാത്രക്കാരുള്ളത്, കൂട്ടുകാരായ 2 പേർ. അതിൽ ഓടിക്കുന്നവനല്ലാതെ മറ്റേ കൂട്ടുകാരൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓടിക്കുന്നവന് ബോറടിക്കും. ലൂക്കാസ് എഴുന്നേക്കടാ, ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറയുമ്പം ലൂക്കാസ് എഴുന്നേക്കുന്നില്ല. ഉടനെ അവൻ ബാ എന്നും പറഞ്ഞ് ഒച്ച വയ്ക്കും, കൂട്ടുകാരനെ പേടിപ്പിക്കാൻ. അവൻ അരണ്ട് പേടിച്ച് മൂത്രമുട്ടി എഴുന്നേക്കുക. ഈ ചൈന കൂട്ടുകാരൻ അവന്റെ പേടി കണ്ട് ചിരിക്കും. എന്നിട്ട് പറയാണ്, എന്നിങ്ങനെ ഒറ്റയ്ക്ക് വിടാതെ എനിക്ക് ഉറക്കം വരും, എന്തേലും സംസാരിച്ചോണ്ട് വാ, എന്നാ പിന്നെ എനിക്ക് കണ്ണു മിഴിച്ച് ഡ്രൈവ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവര് സംസാരിച്ചുകൊണ്ട് തന്നെ വണ്ടി ഓടിച്ചു പോവാ. ആ നേരത്ത് ഈ ലൂക്കാസ് എന്ന് പറയുന്ന കൂട്ടുകാരൻ വീണ്ടും വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പൊ ചൈന കൂട്ടുകാരൻ പറയും, നീ ഇങ്ങനെ കുടിച്ച് പള്ളം നിറയ്ക്കാതെ, എന്നിട്ട് മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞ് വണ്ടി നിർത്തിപ്പിക്കും. ഇതോടെ എത്ര തവണയായെന്നറിയോ? എന്നെ കൊണ്ട് പറ്റില്ല, അത് മാറ്റി വെക്കുമെന്ന് പറയുമ്പം മറ്റേ ലൂക്കാസ്, എനിക്ക് വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല, നീ എന്തായാലും പേടിക്കണ്ട, ഇനി ഞാൻ നിന്നെ നിർത്താൻ പറയൂല, ഞാൻ വെള്ളമൊക്കെ വയറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചോളാം, ഒരുപാടൊന്നും സംസാരിക്കാതെ വണ്ടി ഓടിക്കണമെന്നും പറഞ്ഞ് വീണ്ടും ഒരു വണ്ടി ഓടിക്കുക. അപ്പൊ ചൈനക്കാരൻ പറയുന്നുണ്ട്, നിനക്ക് വല്ല ഷുഗറും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പോയി ചെക്ക് ചെയ്ത് നോക്കുമെന്ന്. ലൂക്കാസ് അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞപ്പം ലൂക്കാസിന് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. അവൻ മുക്കി തിരണ്ടാണ്. എന്നിട്ട് ദയനീയമായി ചൈനക്കാരൻ്റെ മോന്തയ്ക്ക് നോക്കും. എനിക്കറിയാടാ നാറി, നീ ഇങ്ങനെ ചെയ്യുള്ളൂ, ഇനി എന്നെ പ്രാന്ത് പിടിപ്പിക്കരുത്, ഞാൻ നിർത്തൂല, വേണമെങ്കിൽ ചില്ല് തുറന്ന് പാത്തിക്കോ എന്ന് പറയാ. അപ്പൊ കൂട്ടുകാരൻ ഒരൊറ്റ തവണ, പെട്ടെന്ന് ഞാൻ ഓടി വന്നോളാം, ഒരൊറ്റ തവണ നിർത്തിത്തോളാം, ദയവേതെന്നും പറഞ്ഞ് കമ്പൽ ചെയ്ത് ചൈനക്കാരനെ കൊണ്ട് വണ്ടി നിർത്തിക്കും. 1 മിനിറ്റ് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ വണ്ടി എടുത്ത് പോവുകയാണെന്ന് ചൈനക്കാരൻ ലൂക്കാസിനെ ഭീഷണിപ്പെടുന്നുണ്ട്. ഇപ്പൊ വരാമെന്നും പറഞ്ഞ് ലൂക്കാസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി താഴെയുള്ള കാട്ടിലേക്ക്, ചെരുവിലേക്ക് നടന്നു പോവാ. റോഡിൽ തന്നെ ഒഴിക്കണ്ട, ഒന്ന് മാറി നിന്ന് ഒഴിക്കാന്ന് പറഞ്ഞ് അവിടെയുള്ള മരത്തിനടിയിൽ മൂത്രം ഒഴിക്കാൻ തുടങ്ങും. ഇപ്പം എന്തോ മരച്ചില്ലകളൊക്കെ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അവൻ എന്താണെന്ന് മനസ്സിലാവില്ല. വല്ല മൃഗങ്ങളും ആയിരിക്കുന്നു വിചാരിച്ച് പെട്ടെന്ന് മൂത്രം ഒഴിച്ച് അവൻ തിരിച്ച് ഓടി വരികയാണ്. വന്ന് നോക്കുമ്പോൾ ഇവരെ കാറിന്റെ ഡോറുകളെല്ലാം തുറന്നു കിടക്കുന്നു. പക്ഷേ കൂട്ടുകാരൻ ചൈനക്കാരനെ കാറിനകത്ത് കാണുന്നില്ല. ഇവൻ ചൈനക്കാരന്റെ പേരും വിളിച്ച് ചുറ്റും പരിശോധിച്ച് നോക്കുക. ചുറ്റും തെരഞ്ഞു നോക്കും, ആളെ കാണുന്നില്ല. ഇവൻ എവിടെയെങ്കിലും മാറി ഇന്ന് പറ്റിക്കുകയാണെന്ന് അറിയാൻ വേണ്ടി ലൂക്കാസ് ഫോൺ എടുത്ത് ചൈനക്കാരന്റെ നമ്പറിലേക്ക് വിളിക്കുക. അപ്പൊ ചൈനക്കാരന്റെ ഫോൺ കാറിനകത്ത് തന്നെ ഉണ്ട്. ഫോണും വെച്ച് ഇവനോടെ പോയെ. ആകെ മൊത്തം കൺഫ്യൂസ് ആയിരിക്കുന്ന സമയത്ത് പൊടുന്നനെ ചൈനക്കാരൻ മോളിൽ നിന്ന് മരത്തിന്റെ മണ്ടയിന്ന് തലയൊക്കെ പൊട്ടി ഈ കാറിന്റെ ചില്ലിലേക്ക് വന്ന് അടിച്ചു വീഴുക. അയാൾ ബാക്കിയുള്ള ജീവൻ വെച്ച് എന്നെ സഹായിക്കടാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും എന്തോ ഒന്ന് അവനെ പിറകിലേക്ക് വലിച്ചെടുത്തോണ്ട് പോകും. ലൂക്കസ് കാറിൽ നിന്ന് ഇറങ്ങി പുറത്തു വരുമ്പോഴേക്കും ഈ ചെറുക്കൻ റോഡിൽ ശരീരമൊക്കെ പൊട്ടി പൊളിഞ്ഞു കിടക്കുക. ഇനി അവനെ രക്ഷപ്പെടുത്താൻ അവന്റെ ശരീരത്തിൽ ജീവനില്ല. ഉടനെ തന്റെ ജീവനെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ലൂക്കാസ് ഓടി വന്ന് കാറിനകത്ത് കയറും. അപ്പണ്ട് കാറിന് എതിർഭാഗത്തായി ഒരു മധ്യവയസ്കന്റെ ലുക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ടാവും. മുടിയൊക്കെ നീട്ടിയ ഒരു മനുഷ്യൻ. ആളുടെ മുഖം വ്യക്തമല്ല. എന്തായാലും ഇനി ഇവിടെ നിന്നാൽ തന്റെ ജീവനും ആപത്താന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവൻ കാർ കീ എടുത്ത് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുക. പൊടുന്നനെ ആ രൂപം വണ്ടിക്ക് മുന്നിൽ വരെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവൻ കാറി കൂവി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നിലേക്ക് ചവിട്ടി വിടും. ഗ്ലാസ്സൊക്കെ പൊട്ടിയിട്ടുണ്ട്. എന്നാലും എങ്ങനെയെങ്കിലും ഈ കാടും കടന്ന് സിറ്റിയിലേക്ക് എത്തിയാൽ തനിക്ക് രക്ഷപ്പെടാലോ. അതുകൊണ്ട് അവൻ വേഗത്തിൽ വണ്ടി ചവിട്ടി വിടുക. പക്ഷെ പോകുന്ന വഴിയെല്ലാം ആ നേരത്തെ കണ്ട മധ്യവയസ്കൻ നിൽപ്പുണ്ട്. റോഡിനരികിലായിട്ട് തന്നെ. ഓരോ വളവ് തിരിയുമ്പോഴും അയാളെ മുന്നിൽ കാണാം. ഇവൻ പേടിച്ചരണ്ട് നിൽക്കുമ്പോൾ പൊടുന്നനെ ആ കിളവൻ പ്രേതം തൊട്ടടുത്ത് വന്നിരിക്കുന്നു. ഇവന്റെ കാറിനകത്തിരിക്കുന്നു. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഒരു സുന്ദരിയായ പെൺകുട്ടി അവളുടെ ഫ്ലാറ്റിലെ സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി eBay.com വിറ്റ് കളഞ്ഞു. ഇനിയിപ്പോൾ കാമുകന് വേണ്ടി കാത്തിരിക്കുക. കാമുകൻ ഒരു ക്യാരവാനുമായിട്ട് വരും. അവരുടെ നാട്ടിൽ അതിനെ ട്രെയിലർ എന്നും പറയാറുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കാമുകനും കാമുകിയും കൂടെ ചേർന്ന് അവരെ വീടൊക്കെ വിട്ട് ഒരു ക്യാരവാൻ സെറ്റ് ചെയ്ത് നാട് കറങ്ങാൻ പോവാ. നാട് കറങ്ങുക മാത്രമല്ല, ഇനിയുള്ള ജീവിതം തന്നെ ആ ക്യാരവാനകത്താക്കാനാണ് അവരുടെ തീരുമാനം.
ഇതിനു വേണ്ടി ഒരു വാൻ വാങ്ങിച്ച് കാര്യമായി പണിയെടുത്തിട്ടുണ്ട് ഹീറോ കാമുകൻ. ആ വാനിന്റെ അകം ഹീറോയിന് കാണിച്ചു കൊടുക്കും. അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി മുതൽ ഇതാണ് നമ്മുടെ വീടെന്ന് അവൻ പറയാം. എന്നിട്ട് കാമുകയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് അവൾക്ക് എന്തോ ഒരു സർപ്രൈസ് സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. അവൾ ആ പൊതി വാങ്ങിച്ച് തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു കുട്ടി പാവയുണ്ട്. നമ്മുടെ തഞ്ചാവൂർ പാവ പോലെ അവരുടെ നാട്ടിലെ ബോബ്രോസ്. അതിന്റെ തല ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. അത് വണ്ടി വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റേക്കുകളൊന്നും സംഭവിക്കില്ല, ചെറിയ ഹാപ്പി ആക്സിഡന്റുകൾ മാത്രമേ സംഭവിക്കുള്ളൂ എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഇത് കേട്ടിട്ട് ഹീറോയും പറയാണ്, മിസ്റ്റേക്ക് ഒന്നും സംഭവിക്കേണ്ട, അതിൻ്റെ കൂടെ ചെറിയ ആക്സിഡൻറ്റും വേണ്ട, നമുക്ക് സമാധാനമായിട്ടുള്ള യാത്രയും ജീവിതവും മാത്രം മതി. ഇതും പറഞ്ഞ് വീണ്ടും അവർ ഉമ്മ കൊടുത്തിട്ട് വണ്ടി എടുക്കാൻ തയ്യാറായി. ഈ സമയത്ത് ഹീറോയിൻ്റെ കയ്യിൽ ഒരു GPS ഡിവൈസ് ഉണ്ട്. എവിടെയെങ്കിലും പെട്ടുപോയാൽ ഈ ഡിവൈസ് മൂലം പോലീസിന് സിഗ്നൽ അറിയിക്കാം. അതിനു വേണ്ടിയിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. അത് അവൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഹീറോ പറയും, എന്നെ കാക്കാനായിട്ട് എൻ്റെ ഫാമിലി എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സെന്റ് ക്രിസ്റ്റഫർ ഉണ്ട്, പുള്ളി എന്നെ കാത്തോളും, നീ വേണമെങ്കിൽ ആ ഡിവൈസ് എന്നെ വെച്ചോന്ന് ഹീറോയുടെ ഫാമിലി ഒരു ലോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അവനത് കാലങ്ങളായി കൊണ്ട് നടക്കുകയാണ്. ഹീറോയും പറയും, എനിക്ക് ഈ ഡിവൈസ് എന്നെ മതി, നീ വേണമെങ്കിൽ അതും വെച്ച് സ്വർഗത്തിലേക്ക് പോയിക്കോളൂ, ഞാൻ നരകത്തിലേക്ക് പോയിക്കോളാം. അങ്ങനെ കളിയും തമാശയൊക്കെ പറഞ്ഞ് ഒരു വണ്ടി എടുക്കുക. ഈ വണ്ടിയിൽ സേഫ്റ്റിക്കായിട്ട് 4 ഭാഗത്തും ക്യാമറയും കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വണ്ടിയെടുത്ത് സിറ്റിയിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഏതോ ഗ്രാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക അവർ. അങ്ങനെ കുറേ നാടുകളൊക്കെ കണ്ട് ഇപ്പം 6 ആഴ്ച കഴിഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞ് ഏതോ ബീച്ചിൽ ഇവരിങ്ങനെ കാറ്റുകൊണ്ട് കിടക്കുക. ചെറുക്കൻ കിടക്കുകയാണ്. ഇവളിങ്ങനെ മണലാരങ്ങളിലൂടെ നടന്ന് കുറേ നേരം കടലൊക്കെ നോക്കി തിരികെ ഓടി വരും. അപ്പം ഹീറോ ചോദിക്കുക, നമുക്ക് പുറപ്പെട്ടാലോ? ഇനി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനില്ലേ? ഞാൻ അടുത്ത സിറ്റിയിൽ ഒരു റിസർവേഷൻ എടുത്തിട്ടുണ്ട്. അപ്പം ഹീറോയും പറയും, ഇവിടെ അടുത്തായി ഒരു ബാർബിക്യൂ സ്പോട്ട് ഉണ്ടത്രേ, നമുക്ക് അവിടെ ചെന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അധികം വൈകിക്കാതെ നീ റിസർവ് ചെയ്ത ഹോട്ടലിലേക്ക് പോകാം, ഓക്കെ ആണോ ചോദിക്കുക. ശരിയെന്ന് പറയും ഹീറോ. അങ്ങനെ ഒരു ബാർബിക്യൂ വാങ്ങിച്ചിട്ട് അവർ പോകാനുള്ള ഹോട്ടലിലേക്ക് വണ്ടി ഓടിച്ചു പോവാം. പക്ഷെ എന്താ പറ്റുക വെച്ചാൽ പോകുന്ന വഴിയെ വലിയ ട്രാഫിക് ജാമിൽ പെട്ടുപോകും. 6 മണിക്കുള്ളിൽ ഇവർക്ക് ആ ഹോട്ടലിലേക്ക് എത്താൻ കഴിയില്ല. സോ ഇവർക്ക് എത്താൻ കഴിയാത്തതുകൊണ്ട് ആ സ്ലോട്ട് വേറെ ആർക്കോ കൊടുക്കുകയാണ് റെസ്റ്റോറൻറ്റുകാർ. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. സോ നമുക്ക് പ്ലാൻ സി ചെയ്യാന്ന് പറഞ്ഞ് ഇവര് അടുത്ത് കാണുന്നൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വണ്ടി സൈഡാക്കി അവിടുന്ന് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ പോവാ. ആ നേരത്ത് ഹീറോയിൻ ഇവർ വണ്ടി നിർത്തിയ വീടിന് എതിർഭാഗത്തുള്ള ഒരു വീട്ടിലെ കാഴ്ച കാണും. അവിടെ ഒരു അപ്പനും അമ്മയും മക്കളെ പിറന്നാൾ ആഘോഷിക്കുക. അത് കാണുമ്പോൾ ഇവൾക്ക് എന്തൊക്കെയോ മിസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ. ആ സമയത്ത് ഹീറോ ഒരു ഷാമ്പെയിൻ ബോട്ടിലുമായിട്ട് വരുന്നു. എന്നിട്ട് അവൾക്കൊരു ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കും. എന്താ പ്രത്യേകത എന്ന് അവൾ ചോദിക്കുമ്പം ഇന്ന് ഒരുപാട് പ്രത്യേകതയുണ്ടെന്നും പറഞ്ഞിട്ട് ഇവൻ വണ്ടിയുടെ പിറകുവശത്തേക്ക് പോയി അവിടുത്തെ ലൈറ്റ് എല്ലാം ഓണാക്കുക. കുറേ കളർഫുള്ളായ ലൈറ്റുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ട് ഹീറോയിൻ ചോദിക്കും, ഇതൊക്കെ എപ്പോഴാണ് നീ ചെയ്തു കൂട്ടിയത്? ഞാൻ കണ്ടില്ലല്ലോ, എന്താ ഇന്ന് അതിനും മാത്രം പ്രത്യേകതയുള്ളത്? അതിന് ഹീറോ പെട്ടെന്ന് മുട്ടിലിരുന്നുകൊണ്ട് അവൻ വാങ്ങിച്ചുകൊണ്ട് വന്ന റിങ് കാണിച്ച് ഹീറോയിനെ പ്രപ്പോസ് ചെയ്യാം. 6 ആഴ്ചകൾ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ ജീവിതകാലം മുഴുവൻ നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞുകൂടാ? എനിക്കതിൽ വിശ്വാസമുണ്ട്. മേഡി ബ്രക്ക്, നിനക്കെന്നെ വിവാഹം ചെയ്യാമോ? ഹീറോയിൻ യെസ് പറയാൻ നിൽക്കുമ്പോഴാണ് ആരോ ഇവരെ വണ്ടി മുട്ടുന്നു. പോയി നോക്കുമ്പം ആ ഏരിയയിലുള്ള ഒരു താമസക്കാരനാണ് വന്ന് വണ്ടി മുട്ടിയിരിക്കുന്നത്. ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഇവിടെ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ക്യാമ്പ് ചെയ്യരുത്, ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്, വേറെ എങ്ങോട്ടെങ്കിലും വണ്ടി എടുത്തിട്ട് പോയിക്കോളൂ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് അയാൾ പറയും. ഒരു നല്ല സമയത്തെയാണ് അയാൾ മുട്ടി ഇല്ലാതാക്കിയത്. എന്തായാലും ഈ കുഴപ്പങ്ങളുടെ ഗ്യാപ്പിലും ഹീറോയിൻ എനിക്ക് സമ്മതമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. അയാൾ വീണ്ടും വണ്ടി മുട്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുക. ഒരു 2 സെക്കൻഡ് സമയം താടോന്നും പറഞ്ഞ് ഹീറോ എല്ലാം കെട്ടിപ്പുറക്കി അവിടുന്ന് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഹീറോയിനോട് പറയും, നമ്മുടെ കല്യാണം വരുമ്പം നമുക്ക് ഈ താമസക്കാരനെയും വിളിക്കണം. അയാൾ നമ്മളെ ചീത്ത പറഞ്ഞെങ്കിലും എനിക്കെന്തോ അയാളോടൊരു സ്നേഹം തോന്നുന്നുണ്ട്, നീ എന്തു പറയുന്നു? അതിന് ഹീറോയിൻ, എനിക്കതിൽ എതിർപ്പൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചോളൂ. ഇനി എന്തായാലും നമുക്ക് റോഡിൽ കിടക്കണ്ട, എവിടെയെങ്കിലും ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് കിടക്കാമെന്ന് ഹീറോയിൻ പറയാം. ഹീറോ അതിന് സമ്മതിക്കും. അവൾ ഹോട്ടൽ തപ്പി നോക്കി ഒരു 1 മണിക്കൂറും കൂടെ ട്രാവൽ ചെയ്താൽ എത്തിപ്പെടാൻ പറ്റുന്ന ഹോട്ടൽ ബുക്ക് ചെയ്യും. വീക്കെൻഡ് ആയതുകൊണ്ട് ഈ ടൗണിലൊന്നും തന്നെ താമസിക്കാനുള്ള ഹോട്ടലുകളില്ല. സോ ഇവർ വണ്ടി ഓടിച്ച് പോവാണ് മുന്നോട്ട്. ഇപ്പോൾ ഹീറോ ക്ഷീണിച്ചിരിക്കുന്ന കാണുമ്പം ഹീറോയിൻ ചോദിക്കുകയാണ്, കുറച്ചു നേരം നീ വിശ്രമിച്ചോളൂ, ഞാൻ വേണമെങ്കിൽ വണ്ടി ഓടിക്കാമെന്ന്. അതിന് ഹീറോ, എന്നെ കണ്ടിട്ട് ക്ഷീണിച്ച ആളാൻ തോന്നുന്നുണ്ടോ നിനക്ക്? ഞാനൊരു റോഡ് വാരിയറാണ്, ഈ റോഡുകളെല്ലാം എനിക്ക് ജയിക്കാനുള്ളതാണ്, നീ എൻ്റെ രാജകുമാരിയും, നിന്നെ സേഫായിട്ട് എത്തിക്കേണ്ടത് എൻ്റെ കടമയാണെന്നും പറഞ്ഞ് അവൻ വണ്ടി ഓടിക്കുക. പക്ഷെ അടുത്ത ഷോട്ടിൽ ഏട്ടൻ കൂർക്കം വലിച്ചുറങ്ങുന്നതാണ് കാണിക്കുന്നത്. അണ്ണനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ചേച്ചിയാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. ചേച്ചി ഇങ്ങനെ തനിക്ക് കിട്ടിയ മോതിരവും നോക്കി ഇരുട്ടിലൂടെ കാട്ടിലൂടെ വണ്ടി ഓടിച്ചിങ്ങനെ പോവുക. ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് പിറകിന്നൊരു കാറ് വരും. ഇവർ ഓവർടേക്ക് ചെയ്യുന്നത് പോലെ.
ആ കാറിനെ ശ്രദ്ധിക്കുന്ന സമയം ഹീറോയിന്റെ കയ്യിലെ മോതിരം സ്ലിപ്പായി താഴേക്ക് വീഴുന്നു. ഇവളതെടുക്കാൻ വേണ്ടി കുനിയുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ പേടിച്ച് നോക്കാം. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. പക്ഷെ പെട്ടെന്നായിരിക്കും പിറകെ വന്ന കാർ ഇവരെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അയാൾ ഹോൺ അടിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവൾക്കൊന്നും മനസ്സിലാവില്ല. ഈ കാർ ഏതാണെന്നറിഞ്ഞോ? നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടില്ലേ, ആ 2 കൂട്ടുകാര് അവന്മാരെ കാറാ, കണ്ണാടിച്ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഹീറോയിന് മനസ്സിലാവുന്നില്ല. വിട്ടുപോ, എന്തിനാ ഹോൺ അടിച്ച് കൂടെ വരുന്നത്, വിട്ടുപോന്നും പറഞ്ഞ് അവൾ കൈ കാണിക്കുന്നുണ്ട്. അവൻ എന്താ പറയണെന്ന് അവൾക്ക് കേൾക്കുന്നുമില്ല, മനസ്സിലാവുന്നില്ല. ഈ ബഹളത്തിനിടയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ഹീറോ എഴുന്നേറ്റ് വരും. അവനിത് കണ്ടിട്ട് നീ ബ്രേക്ക് ചവിട്ട്, അവൻ മുന്നോട്ട് പോട്ടെ, അയാളെ കൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ശല്യം ചെയ്യുന്നത്, നീ ഒന്ന് വിട്ടുകൊടുക്കുമെന്ന് പറയുക. സോ അവൾ ബ്രേക്ക് ചവിട്ടി സ്ലോ ചെയ്ത് അയാളെ പോകാൻ അനുവദിക്കുക. അയാളെ കാർ ഇരുട്ടിൽ അങ്ങനെ വേഗതയിൽ മറഞ്ഞു പോകും. ഇനി സ്ലോ ആയിട്ട് പോയാൽ മതിയെന്ന് ഹീറോ പറഞ്ഞനുസരിച്ച് ഹീറോയിൻ സ്ലോ ആയിട്ട് വീണ്ടും ഇവർ മുന്നോട്ട് പോവുക. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു ടേണിങ്ങിൽ വെച്ച് ഇവർക്ക് മുന്നേ പോയ ആ കാറില്ലേ, ആ കൂട്ടുകാരന്മാരുടെ കാറ്, അത് റോഡരികിലുള്ള മരത്തിലിടിച്ചിങ്ങനെ നിൽക്കുക. കാര്യമായ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെന്ന് ഹീറോയിന് മനസ്സിലായി. അവൾ വണ്ടി സ്ലോ ചെയ്ത് ഈ കാറിനകത്ത് ആരെങ്കിലും ഉണ്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുക. അതേ നേരത്ത് ഹീറോ പോലീസിനെ വിളിച്ച് ഇവിടെ ഒരു ആക്സിഡന്റ് പറ്റി, ഇന്നതാണ് ലൊക്കേഷൻ എന്നുള്ള വിവരം കൊടുക്കുകയും ചെയ്യും. ഈ നേരത്ത് ആ കാറിൽ നിന്ന് അത് ഓടിച്ചിരുന്ന മിച്ചം ഉണ്ടായിരുന്ന ഒരു പയ്യനില്ലേ, അവൻ പുറത്തേക്ക് മെല്ലെ ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ട ഹീറോയുടെ അടുത്ത് വേഗം ചെന്ന് അയാളെ സഹായിക്കാൻ പറയും. എന്നിട്ട് ഇവള് വാനിൽ നിന്നിറങ്ങി ആ ചെറുക്കന്റെ അവസ്ഥ നോക്കുക. അവൻ കാറിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നെങ്കിലും എന്തോ ഒന്ന് അവനെ കാറിനകത്തേക്ക് വീണ്ടും വലിച്ചെടുക്കും. ഇത് കണ്ട് ഞെട്ടിയ പെണ്ണ് ഹീറോനെ വിളിച്ച് അവൻ എന്തോ കാറിനകത്തേക്ക് വലിച്ചെടുത്തു, നീ പോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുമെന്ന് പറയാ. ഇതനുസരിച്ച് ഹീറോ ആ കാറിനടുത്തേക്ക് ചെന്ന് അതിനകത്തുള്ള ആളെ പരിശോധിക്കുമ്പം ആ ഇടിച്ച പയ്യൻ അവിടുന്ന് അനങ്ങാത്ത രീതിയിലാണ് കിടക്കുന്നത്. അവന് സ്റ്റിയറിങ്ങിന് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, തല സ്റ്റിയറിങ്ങിലായിട്ട് ചരിച്ചും വെച്ചിട്ടുണ്ട്. ഹീറോ അകത്ത് കയറി പരിശോധിക്കുമ്പം അയാൾക്ക് ചെറിയ ജീവൻ ഉണ്ടാവും. എന്തൊക്കെയോ പറയുന്നുണ്ട്, ഹീറോയ്ക്ക് വ്യക്തമാകുന്നില്ല. പെട്ടെന്നാണ് ഈ കാറിന്റെ എയർ ബാഗ് എക്സ്പ്ലോഡ് ആവുന്നു. അത് ആ ചെറുക്കൻ്റെ ബോഡി തന്നെ പിറകിലേക്ക് വലിച്ചടിപ്പിക്കും. ഈ എയർ ബാഗ് പൊട്ടുമ്പം എത്ര ശക്തിയായിട്ടാണ് അതിന്റെ പവർ ഉണ്ടാവുക എന്ന് നമുക്കറിയാം. അതാണ് ആ ചെറുക്കൻ്റെ തലയിൽ കിടന്ന് പൊട്ടിയത്. ഇപ്പൊ തല കഴുത്തിന്ന് പകുതി വേർപെട്ടാ കിടക്കുന്നത്. ആ അവസ്ഥ കണ്ടിട്ട് ഹീറോയിനോട് അടുത്തേക്ക് വരണ്ടെന്ന് പറയും. ഈ സമയത്ത് ഹീറോയിൻ ഈ ഇടിച്ച കാറിൽ ഏതോ ഒരു പുലി മാന്തിയ കണക്കെ 3 സ്ക്രാച്ചുകൾ കാണും. അതെന്താണെന്ന് അവൾക്ക് വ്യക്തമാവില്ല. ആ നേരത്ത് പിറകിന്നൊരു ശബ്ദം കേൾക്കാം. നോക്കുമ്പോൾ ദൂരെ ഒരു മനുഷ്യൻ, നമ്മൾ മുന്നേ കണ്ടില്ലേ, ഒരു വയസ്സായ മനുഷ്യൻ. അയാളെ ഇൻഡിക്കേറ്റർ മിന്നുന്ന വെളിച്ചത്തിൽ ഇവൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവളുടനെ കാമുകനെ വിളിച്ചത് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അവൻ ടോർച്ചടിച്ച് നോക്കുമ്പം അവിടെ ആരും തന്നെയില്ല. ഭാഗ്യത്തിന് ഇവർ വിളിച്ചു പറഞ്ഞനുസരിച്ച് പോലീസുകാർ അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസുകാർ നോക്കിക്കോളും, നീ ചെന്ന് വാനിലിരുന്നോന്ന് ഹീറോ പറയുന്ന അനുസരിച്ച് ഹീറോയിൻ തിരികെ വാനിലേക്ക് വന്ന് അതിലിങ്ങനെ മിണ്ടാതിരിക്കുക. അപ്പൊ ഇവൾക്ക് പിറകിലായി ഒരു രൂപം നിൽക്കുന്നതായിട്ട് തോന്നും. ശരിക്കും ആ അളിഞ്ഞുണങ്ങിയ രൂപം ഇവളുടെ പിറകിൽ നിൽപ്പുണ്ട്. പേടിച്ച പെണ്ണിട്ട് ലൈറ്റ് ഇട്ട് നോക്കുമ്പം അവിടെ ഒന്നും തന്നെ കാണുന്നില്ല. ഇതെല്ലാം ഇവൾക്ക് തോന്നിയതായിരിക്കും എന്നവൾ വിചാരിക്കുക. ഭാഗ്യത്തിന് കാമുകൻ ചെറുക്കൻ തിരികെ വന്നു. അവർ സമാധാനത്തോടെ വണ്ടിയെടുത്ത് വീണ്ടും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നേരത്ത് ഇവരെ പാസ് ചെയ്തു പോയ കാറിലെ അതിന്റെ CCTV ഫൂട്ടേജ്, ഇവരെ വാനിന് ചുറ്റും ക്യാമറ ഉണ്ടല്ലോ, സോ അതിൽ റെക്കോർഡായ ഫൂട്ടേജ് ഇട്ട് മൊബൈലിട്ട് പ്ലേ ചെയ്ത് നോക്കുകയാണ് ഹീറോയിൻ. പക്ഷേ ഈ കാർ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ഫൂട്ടേജ് കറപ്റ്റ് ആയിരിക്കുന്നു. അതിനെ റിക്കവർ മോഡിലാക്കാനിട്ടിട്ട് ഇവരൊരു ഹോട്ടലിലേക്ക് വന്ന് താമസിക്കും. ഇന്ന് രാത്രി ഇനി നടന്ന മോശം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട, നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാമെന്നും പറഞ്ഞ് അവർ കിടന്നുറങ്ങുന്നു. ഈ ഉറങ്ങാൻ പോണ പെണ്ണ് എന്തിനാ പുള്ളിയുടെ മേത്തേക്ക് വലിഞ്ഞു കയറണേന്ന് മനസ്സിലായില്ല. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഇവർ ഹോട്ടലെല്ലാം വെക്കേറ്റ് ചെയ്ത് വാൻ എടുക്കാൻ വേണ്ടി വാൻ അടുത്തേക്ക് വരാം. അപ്പോഴാണ് കാണുന്നത് ഇവരെ വാനിൽ ഇന്നലെ ആ കാറി കണ്ടില്ലേ, വന്യമൃഗം മാന്തിയ പോലത്തെ ഒരു പാട്, ആ 3 വര പാട്, അത് ഇവരെ വാനിൽ കാണുന്നു. ഇത് കണ്ടിട്ട് ഹീറോയിൻ പറയും, ഞാൻ ഇതേ പാട് ഇന്നലെ ആക്സിഡന്റ് ആയ കാറിൽ കണ്ടിരുന്നു, എനിക്കെന്തോ പേടിയാവുന്നെന്ന്. അത് കേട്ട ഹീറോ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്നലെ കാട്ടിൽ കൂടെ വന്നല്ലേ, ഏതെങ്കിലും കമ്പോ ചില്ലയോ കൊണ്ട് കാണും, നമുക്കിത് പെയിന്റ് ചെയ്ത് ശരിയാക്കാം. നമ്മൾ പോകുന്നത് ഒരു വാൻ മീറ്റപ്പിനല്ലേ, അവിടെ ഇതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാകും, നമുക്ക് അവിടെ പോയി ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഇവർ പോവാണ്. നേരെ ചെല്ലുന്നത് ഒരു വലിയ വാൻ മീറ്റപ്പിലേക്കാണ്. ഇവരെ പോലെ തന്നെ ടൂർ അടിക്കാൻ വേണ്ടി ഒരുപാട് കുടുംബങ്ങളും കപ്പിൾസും ഇതുപോലെ കാരവാനും എടുത്ത് ഊര് തണ്ടാറുണ്ട്. അവരെല്ലാം കൂടെ ഒന്നു ചേരുന്ന ഒരു മീറ്റപ്പിലേക്കാണ് ഇപ്പം നമ്മുടെ കപ്പിൾ ചെന്നിരിക്കുന്നത്. അവിടുത്തെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമാവും. അതിലും പ്രത്യേകിച്ച് ഹീറോ ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. അയാളിങ്ങനെ വാനും എടുത്ത് നാടെല്ലാം കറങ്ങി നടന്ന് വീഡിയോ ചെയ്യുന്ന ആളാണ്. അയാളെ ഹീറോയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഹീറോ പുള്ളിക്കാരനെ ചെന്ന് കാണുന്നു. നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർ ആയത്, ഞാനിപ്പോൾ ഒരു വാൻ പണിത് നാട് കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ എൻ്റെ വാൻ കാണാൻ വരുമോ എന്ന് ചോദിച്ച് അയാളെ വിളിച്ചോണ്ട് വരിക. ഈ സമയത്ത് ഹീറോയിൻ നോക്കുമ്പോൾ ഇന്നലെ ഫ്രഷായി വാങ്ങി വെച്ചിരുന്ന ആപ്പിളുകളെല്ലാം കറുത്തു പോയിരിക്കുന്നു. അവക്ക് പെട്ടെന്ന് എന്താ ഇതിനിങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലാവില്ല.
എന്തായാലും അത് അവൾ മാറ്റിവെച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഹീറോ ആ യൂട്യൂബറെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നു. അവൻ ഇതെന്റെ വുഡ്ബിയാന്ന് പറഞ്ഞ് ഹീറോയിനെ പരിചയപ്പെടുത്തും. ഒപ്പം ഇവരെ വാനും കാണിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, വീട്ടിൽ അടച്ചുപൂട്ടി കിടന്ന് ഞാൻ ഇപ്പോഴാണ് ശ്വാസം വിടാൻ തുടങ്ങിയത്. ഈ ജീവിതത്തിലൂടെയാണ് സന്തോഷം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഹീറോ ഈ വാൻ ലൈഫ് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവന് 4 ചുവരുകൾക്കുള്ളിൽ അടച്ചു കിടക്കാൻ താല്പര്യമില്ല. എപ്പോഴും ഇങ്ങനെ പറന്നു നടക്കണം. ഇതവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വണ്ടിയിലായ ആ സ്ക്രാച്ച് ഈ യൂട്യൂബർ കാണുന്നത്. എങ്ങനെയാ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ, രാത്രി പല സ്ഥലങ്ങളിലും ഞങ്ങൾ നിർത്തിയിരുന്നു, അപ്പൊ അവിടെ വെച്ച് എങ്ങനെയോ ഇത് സംഭവിച്ചാണെന്ന് പറയും. ഇത് കേട്ട യൂട്യൂബർ, എന്നാ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, വണ്ടി ഇങ്ങനെ ഇവിടെ പുറത്തൊന്നും ഇടണ്ട, ആ ജിമ്മിന് മുന്നിലേക്ക് കൊണ്ടുപോയി ഇട്ടാൽ മതി. അവിടെ 24 അവർ പാർക്കിംഗ് ഉണ്ട്. ആരും നിങ്ങളെ വണ്ടി സ്ക്രാച്ച് ചെയ്യില്ല. ഈ ക്രാക്ക് റെഡിയാക്കിയിട്ട് രാത്രിയൊക്കെ നിങ്ങൾ വണ്ടി അവിടെ തന്നെ കൊണ്ടുപോയി പാർക്ക് ചെയ്തോളൂ എന്ന് പറയും. ഹീറോ ശരിയെന്നും പറഞ്ഞ് പുള്ളിക്കാരനോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഹീറോയിൻ ഞാനൊന്ന് നടന്നിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇവളിങ്ങനെ ആ മീറ്റപ്പിന് വന്ന ആൾക്കാരുടെ ഇടയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരാള് ഒരു ലീഫ്ലെറ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അത് ദൈവത്തെ പറ്റിയും വിശ്വാസത്തെ പറ്റിയൊക്കെ എഴുതിയിരിക്കുന്ന ഒരു ലീഫ്ലെറ്റാണ്. ഇതും വാങ്ങിച്ച് മുന്നോട്ട് പോകുന്ന ഹീറോയിൻ അവിടെ ഒരു വലിയ നോട്ടീസ് ബോർഡ് കാണും. അതിൽ ഇവരെ പോലെ തന്നെ ട്രിപ്പിന് പോയ ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. അവരെ മിസ്സിംഗ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ള നോട്ടീസ് ബോർഡാണത്. ഈ നോട്ടീസ് ബോർഡുകൾക്കിടയിലായി ഒരു മനുഷ്യന്റെ കാർട്ടൂൺ രൂപം. അതിന് നടുവേ ഈ 3 നഖം കൊണ്ട് മാന്തിയ പോലത്തെ പാട്. ഇവളിവരെ വണ്ടി കണ്ട അതേ പാട്. അത് കണ്ട് പെണ്ണ് പേടിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ചായ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മൂമ്മ ഹീറോയിനോട് ചോദിക്കുക, എന്താ മോളെ, പുതിയതായിട്ടാണോ നീ ഇങ്ങനെ നാടോടിയായി തുടങ്ങി? അധികകാലം ആയില്ലെന്ന് തോന്നുന്നു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിക്കുക. ഇത് കേട്ട ഹീറോയും പറയും, അതെങ്ങനെയാണമ്മേ നിങ്ങൾക്ക് മനസ്സിലായത്? ഞാൻ അധികകാലമായിട്ടില്ലെന്ന്. അപ്പ അമ്മച്ചി പറയാണ്, ഇങ്ങനെ ഊരുതണ്ടാൻ ഇറങ്ങിയ യാത്രക്കാരുടെ മുഖത്ത് ആദ്യകാലങ്ങളിൽ വലിയ ഗ്ലോ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. അതാണ് നിന്റെ മുഖത്തുനിന്ന് കാണുന്നത്. കുറച്ച് നാൾ കഴിയും ഇതൊക്കെ ഒന്ന് സെറ്റായി വരാൻ. അപ്പൊ ഹീറോയിൻ ചോദിക്കുകയാണ്, ആ അമ്മൂമ്മ എത്ര കാലമായി ഇങ്ങനെ നാട് കറങ്ങി നടക്കുന്നു? അതിന് അമ്മൂമ്മ പറയും, 20 വർഷങ്ങൾക്ക് മുകളിലായി ഞാനിങ്ങനെ നാട് കറങ്ങി നടക്കുക. പിന്നെ ഇപ്പം എണ്ണാനും മറന്നുപോയി. അതുകൊണ്ട് തികച്ച് എത്ര നാളാണെന്ന് അറിയില്ല. ഇത് കേട്ട ഹീറോയിൻ, എനിക്കെന്തോ ഇത്രയും നാളായിട്ട് ഈ യാത്ര അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിട്ടില്ല. ഹോംലി ആയിട്ട് ആ വാൻ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ശരിക്കും എത്ര നാളെടുക്കും ഇതൊന്ന് ശരിയായിട്ട് വരാൻ എന്ന് ചോദിക്കുക. അതിന് അമ്മച്ചി പറയും, നീ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. ഒരുപാട് പേരെ ആഗ്രഹിച്ചിറങ്ങും, പക്ഷെ പെട്ടെന്ന് തന്നെ ഡ്രോപ്പ് ചെയ്തു പോകും. ഇതൊന്നും എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. ഇതൊക്കെ സെറ്റായി വരാൻ ഒരുപാട് നാളെടുക്കും. അത് കേൾക്കുമ്പോൾ ഹീറോയിൻ ചിരിച്ചിട്ട്, ഞാനും എൻ്റെ ബോയ് ഫ്രണ്ടും തുടങ്ങിയിട്ടേ ഉള്ളൂ, അധികം വൈകാതെ ഞങ്ങൾക്കിത് സെറ്റാവും എന്നാണ് വിചാരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഹീറോയിൻ ആ അമ്മച്ചിയോട് ചോദിക്കും, നിങ്ങൾ ഏത് വശത്തേക്കാണ് പോണേന്ന്. അതിന് അമ്മച്ചി പറയാണ്, ഞങ്ങൾ വെസ്റ്റിലേക്കാണ് പോകുന്നത്. അവിടെ എനിക്കൊരു ഫ്രണ്ടുണ്ട്, പുള്ളിക്കാരന് നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞങ്ങൾ ഒരു കൂട്ടം ആൾക്കാർ അങ്ങോട്ടാണ് പോകുന്നത്. കുറച്ച് നാൾ ഇനി അവിടെ ആയിരിക്കും. ഇത് കഴിയുമ്പോൾ ഹീറോയിൻ അവരിന്നലെ കണ്ട ആ കാർ അപകടമില്ലേ, അതിനെപ്പറ്റി അമ്മച്ചിയോട് പറയാണ്. ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഒരു കാർ ആക്സിഡന്റ് ആയി. അതിനകത്തുണ്ടായിരുന്ന ആൾ മരണപ്പെടുകയും ചെയ്തു. അത് മുതൽ എനിക്കെന്തോ ഒരു നെഗറ്റീവ് ഫീലാണ് കിട്ടുന്നത്. ഇത് കേൾക്കുന്ന അമ്മച്ചിയുടെ മുഖമൊക്കെ ആകെ വിളറി വെളുത്ത് അവർ ഷോക്കായിട്ട് ചോദിക്കുക, നിങ്ങൾ അവിടെ എങ്ങനെ വണ്ടി നിർത്തിയോന്ന്? ഹീറോയിൻ പറയും, അതെ, ഞങ്ങളാണ് വണ്ടി നിർത്തി പോലീസിനെ വിളിച്ച് വിവരറിയിച്ചത്. അപ്പൊ അമ്മച്ചി, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടാൽ അവിടെ വണ്ടി നിർത്തരുത്. ഒഴിഞ്ഞ റോഡുകളിലൂടെ രാത്രി യാത്ര ചെയ്യാനും പാടില്ല. അങ്ങനെ രാത്രി യാത്ര ചെയ്താൽ ഒരിക്കലും വണ്ടി നിർത്താനും പാടില്ല. മോളെ, മനുഷ്യരല്ല ട്രിപ്പ് പോകുന്നത്, ട്രിപ്പാണ് മനുഷ്യരെ കൊണ്ടുപോകുന്നത്. സേഫായിട്ട് ഇവിടുന്ന് പോയിക്കോളൂ. ഇനി അടുത്ത തവണ ഈ മീറ്റിംഗിലേക്ക് മോള് വരാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ആ അമ്മച്ചി അവിടുന്ന് മാറിപ്പോവും. ഹീറോയിൻ ആകെ കൺഫ്യൂസ്ഡ് ആവുക. ആ സമയത്തായിരിക്കും ഹീറോ വരുന്നത്. പുള്ളിക്കാരൻ എന്തോ കാണിക്കാനുണ്ടെന്നും പറഞ്ഞ് ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോകും. പോയി നോക്കുമ്പോൾ ആ വാനിൽ സ്ക്രാച്ച് ഉണ്ടായിരുന്ന ഭാഗമല്ലേ, അത് ആരെയോ കൊണ്ട് ഹീറോ പെയിന്റ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ വണ്ടി പുത്തൻ പോലെയുണ്ട്. ആ മുത്തശ്ശിയെ കണ്ട കാര്യം ഹീറോയിൻ ഇപ്പോൾ ഹീറോയോട് പറയുന്നില്ല. ഇത് കഴിഞ്ഞവരെല്ലാം മറന്ന് ആ മീറ്റപ്പിലെ പാർട്ടി അന്ന് രാത്രി ആഘോഷിക്കാം. ആ സമയത്ത് ഡാൻസ് ഫയർ കൂട്ടിവെച്ചിരിക്കുന്ന സ്ഥലത്ത് ഹീറോയിനെ കാട്ടിയെന്ന് കണ്ടില്ലേ, ഒരു മിഡിൽ ഏജ് മാൻ. അയാളെപ്പോലൊരാളെ കാണും. പെട്ടെന്ന് അത് മറിഞ്ഞു പോവുകയും ചെയ്യും. ഇത് കഴിഞ്ഞവർ കുറച്ചേരം ഡാൻസ് ചെയ്യുന്നു. അതിനുശേഷം ആ യൂട്യൂബർ പറഞ്ഞ പോലെ അവിടെ വലിയൊരു ജിമ്മുണ്ട്. ആ ജിമ്മിലേക്ക് പോയി കുറച്ചേരം വർക്കൗട്ടൊക്കെ ചെയ്യാണ്. ഹീറോയിന്റെ വർക്കൗട്ട് കഴിഞ്ഞ് അവൾ തിരിച്ച് വാനിലേക്ക് പോവാണ്. ഞാൻ പോയി കിടക്കുകയാണെന്നും പറഞ്ഞ് ജിമ്മിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഹീറോ ആ സമയത്തും അവിടെ തന്നെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവള് തനിയെ ഇവർ വാൻ പാർക്ക് ചെയ്തിരുന്ന പാർക്കിംഗ് ഏരിയയിലേക്ക് വരികയാണ്. അവിടെ ആരുടെയും ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു വാൻ പാർക്ക് ചെയ്തിരുന്നത്. പെണ്ണൊറ്റയ്ക്ക് വരുന്നതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല പേടിയുണ്ട്. പെട്ടെന്നായിരിക്കും ഇവള് നടന്നു പോകുന്ന ഭാഗത്ത് പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിൽ 2 വയസ്സന്മാര് ഇവളെയും പാസ് ചെയ്ത് പോകുന്നു. അവരെങ്ങാനും ഉപദ്രവിക്കുമോന്നും പറഞ്ഞ് പേടിച്ചാണ് ഇവള് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് പാവം അപ്പാപ്പന്മാരാ, അവരുപദ്രവിക്കുന്നൊന്നുമില്ല. ഇവള് തന്റെ വാന് ലക്ഷ്യം വെച്ച് നടക്കും. ആ അപ്പാപ്പന്മാര് പോയി കഴിഞ്ഞപ്പം ആ ഏരിയയിലെങ്ങും മറ്റ് മനുഷ്യരുടെ പ്രസൻസ് ഇല്ല. ഇവള് ചുറ്റും നോക്കി നോക്കി വാൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ല. ഒരു പേടിയുള്ളത് കൊണ്ട് നന്നായി ഒന്ന് തിരിഞ്ഞ് വലം വെച്ചിട്ടാണ് ഇവള് വാനിലേക്ക് കയറാൻ നോക്കുന്നത്. അങ്ങനെ വാനിനടുത്തെത്തി തിരിഞ്ഞ് വലം വെച്ച് വീണ്ടും വാനിലേക്ക് നോക്കുമ്പോൾ
വാൻ അതാ കുറെ കൂടെ ദൂരം പോയി പാർക്ക് ചെയ്തിരിക്കുന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. ഇവൾക്കൊന്നും മനസ്സിലാവില്ല. കുറച്ചു മുന്നേ വാൻ അടുത്തെത്തിയതുപോലെ അവൾ ഫീൽ ചെയ്താ. ഇപ്പതാ വാൻ ദൂരെ പോയി നിൽക്കുന്നു. ഒരുപക്ഷെ തനിക്ക് തോന്നിയതായിരിക്കുന്നു വിചാരിച്ച് അവൾ മുന്നോട്ട് വീണ്ടും നടക്കുകയാണ്. പെട്ടെന്ന് കരണ്ടും പോയി. ഇവൾ നിൽക്കുന്ന ഏരിയയിൽ മാത്രം കരണ്ട് പോയി, ലൈറ്റ് ഓഫ് ആയിരിക്കുന്നു. പെണ്ണ് പേടിച്ചരണ്ട് നിൽക്കുക. ഭാഗ്യത്തിന് വീണ്ടും വെളിച്ചം വന്നു. ഇപ്പൊ അവൾ ചുറ്റും നോക്കാതെ രണ്ടും കൽപ്പിച്ച് വാൻ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ ആരോ പുറകെ ഓടി വരുന്ന ശബ്ദം കേൾക്കാം. ഫുട് സ്റ്റെപ്പിന്റെ ശബ്ദം. അടുത്തെത്തിയ പാടെ ഇവള് പേടിച്ച് തിരിഞ്ഞു നോക്കും. ആരെയും കാണുന്നില്ല. തിരിഞ്ഞു നോക്കിയ പെണ്ണ് വീണ്ടും വാനിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇപ്പൊ അടുത്തുണ്ടായിരുന്ന വാൻ ദാ നേരത്തെ പോലെ വീണ്ടും ദൂരെ പോയിരിക്കുന്നു. തനിക്ക് സംഭവിക്കുന്ന ഹാലൂസിനേഷൻ ആണോ സത്യമാണോ എന്ന് അവൾക്ക് മനസ്സിലാവില്ല. എന്തായാലും കീ അമർത്തി വാന്റെ ലോക്കും തുറന്ന് ഇവൾ ഓടി വന്ന് വാനകത്ത് കയറും. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ വാനിലെ സെക്യൂരിറ്റി ക്യാമറ ഓണാക്കി വാന്റെ ചുറ്റും പരിശോധിക്കുക. ആരുടെ പ്രസൻസും ഇല്ല, ഒരു ദുരാത്മാവിന്റെ പ്രസൻസും ഇല്ല. ഭാഗ്യം. ശ്വാസവും വലിച്ചു വിട്ട് അവളിങ്ങനെ സമാധാനത്തോടെ ഇരിക്കുക. അപ്പോഴായിരിക്കും നേരത്തെ ഫോണിൽ കറപ്റ്റഡ് ആയ ഒരു വീഡിയോ റിക്കവറിന് വേണ്ടിയിട്ടിരുന്നല്ലോ, അത് റിക്കവർ ആയി എന്നുള്ള മെസ്സേജ് കിട്ടുന്നു. ഇപ്പൊ അവൾ അതെടുത്ത് പ്ലേ ചെയ്ത് നോക്കും. ആ കാറുകാരൻ ഇവർ ഓവർടേക്ക് ചെയ്ത് പോയ സമയത്ത് അതിനകത്തെ കാറുകാരന്റെ അവസ്ഥയാണ് അവൾ നോക്കുന്നത്. കാറ് തൊട്ടടുത്ത് വന്നപ്പോ ഈ കാറിൽ ആ യാത്രക്കാരനോടൊപ്പം ഇവള് കാട്ടിന്ന് വെച്ച് കണ്ട ആ കിളവന്റെ രൂപം ഇരിപ്പുണ്ട്. ഇത് കണ്ട് അവൾ പേടിച്ച് നിൽക്കുമ്പോഴാണ് ഈ വാനിലേക്ക് ആരോ ഞാഞ്ഞടിക്കുന്നു. ആരാന്ന് അവൾക്ക് മനസ്സിലാവില്ല. പെട്ടെന്ന് സെക്യൂരിറ്റി ക്യാമറ ഓണാക്കുമ്പോൾ വാനിന് പുറകെ കുറച്ച് ദൂരെയായി ഒരു രൂപം നിൽക്കുന്നു കാണും. അടുത്ത സെക്കൻഡ് ഈ ഉണങ്ങിയ രൂപം ക്യാമറയുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുക. ഇവള് പേടിച്ചരണ്ട് പോവും. വണ്ടിയൊക്കെ കടന്ന് കുലുങ്ങാൻ തുടങ്ങി. ഇവളെ ചുറ്റും മറച്ചു വെച്ചിരിക്കുന്ന ഷീറ്റൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ഹീറോയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്. എത്രയും പെട്ടെന്ന് നീ വാനിനടുത്തേക്ക് വായോ, എനിക്ക് പേടിയാവുമെന്ന് പറഞ്ഞു. അപ്പൊ വാനിന്റെ പുറകിലെ വാതിൽ തനിയെ തുറക്കാൻ തുടങ്ങും. ഇവള് പേടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഈ തുറന്ന വാതിൽ പെട്ടെന്ന് തന്നെ വലിഞ്ഞടയുക. അടുത്ത സെക്കൻഡ് വാനിനകത്ത് ലൈറ്റ് ഓഫായി. ഇപ്പോ അവൾ സേഫ്റ്റിക്ക് വേണ്ടി ഇട്ടിരുന്ന സീറ്റ് ബെൽറ്റ് കഴുത്തിന് നേരെ വലിഞ്ഞു മുറുകി പെണ്ണിന് അനങ്ങാൻ പറ്റാതെയായി. അവൾക്ക് ശ്വാസം കിട്ടുന്നില്ല. ആ സമയത്ത് ഈ ഉണങ്ങി വരണ്ട രൂപം അവളെ തൊട്ട് പുറകിലായിട്ട് വരാം. അതിന്റെ 2 കൈകൾ മാത്രം മുന്നോട്ട് വന്ന് ഇവളെ കഴുത്തിനെ വീണ്ടും പിടിച്ച് ഞെരുക്കാൻ തുടങ്ങും. ഈ സമയത്ത് കണ്ണാടി കൂടെ അവൾക്ക് ആ രൂപത്തെ കാണാം. ഒരു ഉണങ്ങിയ പേയ് രൂപം. ആ കണ്ണാടിയിലാണല്ലോ സെയിന്റ് ക്രിസ്റ്റഫറുടെ ലോക്കറ്റ് തൂക്കിയിട്ടിരിക്കുന്നത്. ഇവൾ ആ കണ്ണാടിയും ലോക്കറ്റും പറിച്ചെടുത്ത് അത് ആ പ്രേതത്തിന്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുക. ഈ ലോക്കറ്റ് പെട്ടുടനെ പ്രേതത്തിന്റെ കൈ പൊള്ളാൻ തുടങ്ങി. അയാൾ പെട്ടെന്ന് ഒച്ച വെച്ച് പിടിയും വിട്ട് അവിടെ നിന്ന് മറഞ്ഞുപോയി. ഇവള് ജീവനും കൊണ്ട് വാനിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഹീറോ അങ്ങോട്ട് ഓടി വരുന്നത്. എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ഹീറോയും പറയും നമ്മുടെ വാനിനകത്ത് ആരോ ഉണ്ട്, മറ്റാരോ ഉണ്ടെന്ന്. ഇവൻ കയറി പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ആരും ഉണ്ടാവില്ല. അകത്ത് ആരുമില്ല. നീ ആരെയാ കണ്ടേന്ന് ചോദിക്കുമ്പം ഞാൻ ഡാഷ് ക്യാമിൽ ഒരാളെ കണ്ടിരുന്നു, അത് റെക്കോർഡായിട്ടുണ്ടാവും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഇവള് ഫോൺ എടുത്ത് ഡാഷ് ക്യാമിലെ വീഡിയോ കാണിക്കാൻ നോക്കുക. പക്ഷേ വണ്ടിയിലെ സെക്യൂരിറ്റി ക്യാമറ വണ്ടി റണ്ണാവുമ്പോൾ മാത്രമേ റെക്കോർഡാവുള്ളൂ. അതുകൊണ്ട് പഴയ ഫൂട്ടേജ് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. ഇത് കേട്ട ഹീറോയും പറയാണ് നമ്മൾ ആക്സിഡന്റ് കണ്ടില്ലേ, ആ സമയത്ത് ഇതേ ആളെ ഞാൻ കാട്ടി വെച്ച് കണ്ടിരുന്നു, അയാളെയാണ് ഞാൻ ഇപ്പോഴും കണ്ടത്. ഈ ഫൂട്ടേജിൽ അയാളുടെ രൂപം ഉണ്ടെന്നും പറഞ്ഞ് ഹീറോയിൻ നേരത്തെ ആ കാറുകാരൻ്റെ എടുത്ത ഫൂട്ടേജ് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുക. എന്നാൽ അവൻ നോക്കുമ്പം വണ്ടിക്കകത്ത് ഡ്രൈവർ മാത്രമേ ഉള്ളൂ, ആ പ്രേത രൂപത്തെ കാണുന്നില്ല. ഇവൾക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. തനിക്കെല്ലാം തോന്നിയതാണോ, ശരിക്കും നടന്നാണെങ്കിൽ അത് കാണിച്ചു കൊടുക്കാനുള്ള എവിഡൻസും ഇല്ല. എന്തായാലും എനിക്ക് പേടിയാവുന്നു, നമുക്ക് ഇവിടെ കിടക്കണ്ട, വേറെ എങ്ങോട്ടെങ്കിലും വണ്ടി എടുത്ത് പോകാമെന്ന് ഹീറോയിൻ കാമുകനോട് പറയാണ്. എന്നാൽ ശരി പോകാം, നിനക്ക് പേടിയാണെങ്കിൽ ഇവിടുന്ന് പോകാമെന്നും പറഞ്ഞ് ഹീറോയും വാനും എടുത്ത് രണ്ടുപേരും കൂടെ അന്ന് രാത്രി തന്നെ അവിടെ വിട്ട് പോവാണ്. ഇപ്പൊ പിറ്റേന്നായി, പകലായി, വേറെ കുഴപ്പമൊന്നുമില്ലാതെ അവർ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോവാ. ആ സമയത്ത് കുറച്ച് പക്ഷികൾ പറന്നു പോകുന്ന ഇവർ കാണുന്നുണ്ട്. അത് കണ്ടിട്ട് ഹീറോ പറയാണ് മനുഷ്യരുടെ ജീവിതം കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്, എനിക്ക് അവിടെ ശ്വാസം വിടാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ ജീവിച്ചു തുടങ്ങിയത്, ഈ വാനും നീയുമാണ് ഇനി എൻ്റെ ജീവിതം. അതിന് ഹീറോയിൻ മറുപടി ഒന്നും പറയുന്നില്ല. വീണ്ടും ഒരു വണ്ടി ഓടിച്ചു പോകുന്നു. ഇതിനിടയ്ക്ക് ഏതോ ഒരു കടയിൽ കയറി അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ അവർ വാങ്ങിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും ഹോണ്ടഡ് ഹൈവേസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഹീറോയിന്റെ കണ്ണിൽപ്പെടുന്നു. അവളത് വാങ്ങിച്ച് അതിലെ പേജുകൾ മറച്ചു നോക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് ദ ഹോബോ കോഡ് എന്ന് പറഞ്ഞ ഒരു അധ്യായമുണ്ട്. പണ്ടത്തെ യാത്രക്കാര് പരസ്പരം യാത്രാവേളകളിൽ കൈമാറിയിരുന്ന ചില സിഗ്നൽസ് ഉണ്ട്, അതിനെപ്പറ്റിയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഇവരുടെ വണ്ടിയിൽ കിട്ടിയ 3 വര കാണാം. ആ 3 വരയ്ക്ക് അർത്ഥം ഇവിടം സേഫ് അല്ല എന്നാണ്. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞ് അവർ ആ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. വാനി വന്ന് കയറാൻ നിൽക്കുമ്പോഴാണ് നേരത്തെ കണ്ട ആ 3 സ്ക്രാച്ച് വരയില്ലേ, ഇവരത് റിപ്പയർ ചെയ്താ എന്നാൽ ഇപ്പൊ വീണ്ടും അത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ട് പെണ്ണ് പേടിക്കുന്നുണ്ട്. പക്ഷെ ഹീറോ സമാധാനിപ്പിച്ച് അവളെ വണ്ടിയിൽ കയറ്റി വീണ്ടും അവർ വിട്ടു പോവാണ് അവിടുന്ന്. ഇപ്പൊ സമയം രാത്രിയായി, ഇനി യാത്ര ചെയ്യേണ്ട, റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇവരേതോ ഒഴിഞ്ഞ പ്രദേശത്ത് വണ്ടി നിർത്തി റെസ്റ്റ് ചെയ്യാണ്. ആ സമയത്ത് ഹീറോയിൻ ഈ പുസ്തകങ്ങളെ പറ്റിയുള്ള ആർട്ടിക്കിളൊക്കെ ഇന്റർനെറ്റിലൂടെ നോക്കിക്കൊണ്ടിരിക്കാവും. ഈ നേരം ഹീറോ പുറത്തിറങ്ങി എന്തൊക്കെയോ തട്ടുവിദ്യകൾ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് അവൾക്കറിയില്ല. അവളാണെങ്കിൽ ഈ പുസ്തകങ്ങളെ പറ്റി നോക്കുമ്പോൾ അതില് ദ പാസഞ്ചർ
എന്ന് പറഞ്ഞ ഒരാളെപ്പറ്റി മെൻഷൻ ചെയ്ത് കാണും. അയാൾ സേഫ് അല്ല, ഇയാളെ കണ്ട പലർക്കും പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് ആർട്ടിക്കിളിൽ കാണാം. ഒപ്പം കുറെ എവിഡൻസുകളും ഉണ്ട്. പെണ്ണിതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോ വണ്ടിക്കകത്ത് കയറി വന്നിട്ട് നിനക്ക് വേണ്ടി ഞാനൊരു സർപ്രൈസ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ് അവളെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാം. പോയി നോക്കുമ്പം ഇവർ വണ്ടി നിർത്തിയ ഭാഗത്ത് ഒരു തിരയൊക്കെ കെട്ടി ചെക്കൻ സിനിമാ തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം അവരവിടെ തന്നെ സിനിമയും കണ്ട് കഥയും പറഞ്ഞ് കിടക്കാൻ പോവാണ്. സാധാരണ സിനിമാ തിയേറ്റർ പോലെ ടിക്കറ്റൊക്കെ ചീന്തി 2 കസേരയിട്ട് പുതപ്പും പോച്ച് പഴയ ഏതോ സിനിമ ഇരുന്ന് കാണാം. ആ സമയത്ത് ഹീറോയും ചോദിക്കും, നമ്മൾ എത്ര കാലം ഇങ്ങനെ യാത്ര ചെയ്യുമെന്ന്. അതിന് ഹീറോ പറയാണ്, നമ്മൾ എല്ലാ കാലവും ഇങ്ങനെ യാത്ര തന്നെ ചെയ്യാൻ പോവാണ്. മാത്രമല്ല എൻ്റെ പഴയ ബോസ് എന്നെ വിളിച്ചിരുന്നു. അങ്ങേരെന്നെ വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ പറഞ്ഞു. പഴയതുപോലെ ഓഫീസിൽ പോകണ്ടത്രേ. ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിലും വർക്ക് അറ്റ് ഹോമായി ജോലി ചെയ്ത് കൊടുത്താൽ മതി, സാധാരണ പോലെ ശമ്പളം തരാമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. സോ നമ്മുടെ യാത്രയ്ക്കും അത് ഉപകാരമായിരിക്കും. ഇത് കേട്ടിട്ട് ഹീറോയും പറയാണ്, എത്ര കാലം നമുക്ക് ഇങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ സത്യത്തിൽ ആഗ്രഹിച്ചത് ഇതല്ല. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ജോലിയെല്ലാം കഴിഞ്ഞു വന്നാൽ സമാധാനമായി സേഫായിട്ട് കിടന്നുറങ്ങണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇത് കേട്ടിട്ട് ഹീറോ ചോദിക്കുകയാണ്, അതുകൊണ്ടാണോ ഇതുവരെ നീ ആ റിങ് ധരിക്കാത്ത? നിനക്കെന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? ഈ ജീവിതം നീ വേണ്ടാന്ന് വെക്കുകയാണോ? അതിന് ഹീറോയും പറയും, ഞാൻ നിന്നെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല ആ റിങ് ധരിക്കാത്ത. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഈ ജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിന്നെപ്പോലെ കുടുംബമായിട്ടല്ല ഞാൻ ജീവിച്ചത്. ഒരു ഫോസ്റ്റർ ഹോമിൽ നിന്ന് അടുത്ത ഫോസ്റ്റർ ഹോമിലേക്ക് മാറിക്കൊണ്ടേയിരുന്നു. സ്ഥിരമായൊരു കുടുംബം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്കായൊരു കുടുംബവും ഒരു വീടുമാണ്. ഈ ജീവിതമല്ല എനിക്ക് വേണ്ടത്. ആദ്യ സമയത്തൊക്കെ എനിക്കിത് ഫണ്ണായിട്ട് തോന്നി. പക്ഷെ ഇപ്പം മനസ്സിലായി ശരിക്കും എനിക്ക് എന്താണ് വേണ്ടതെന്ന്. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, എന്നാ പിന്നെ ഈ വാനൊക്കെ വിറ്റിട്ട് നമുക്ക് തിരിച്ചു പോകാം, എല്ലാം വേണ്ടാന്ന് വെക്കാം, അതല്ല നീ ഇഷ്ടപ്പെടുന്ന. ഉടനെ ഹീറോയിൻ, ഒരിക്കലും അങ്ങനെ പറയരുത്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എനിക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടുന്ന ജീവിതം വേണ്ടെന്ന് വെക്കണ്ട. ആ വാൻ മീറ്റപ്പിൽ ഞാൻ കണ്ടതായിരുന്നു നിന്റെ മുഖം. നീ ഒരുപാട് സന്തോഷിച്ചിരുന്നു. ഈ ജീവിതം നീ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. യു ലവ് ദിസ്. ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്വപ്നം എനിക്ക് വേണ്ടി നീ വിട്ടുകളയരുത്. ഇങ്ങനെ 2 ധ്രുവങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ തമ്മിൽ ഒരുമിക്കില്ല. ഒരുമിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് ഇവള് പറഞ്ഞു തീരുമ്പോഴേക്കും പെട്ടെന്ന് ഇവർക്ക് ചുറ്റും ഉണ്ടായിരുന്ന ലൈറ്റ് എല്ലാം അണയുന്നു. ഇപ്പൊ ആ സ്ക്രീനിലെ പ്രൊജക്ടർ ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ. ഇവര് പെട്ടെന്നൊന്ന് ഞെട്ടും. എന്താ സംഭവിച്ചെന്നറിയില്ല. ആ സമയത്ത് സ്ക്രീനിന്റെ പിറകിലായി ആരോ നിൽക്കുന്നതായിട്ട് കാണാം. അതാരാണെന്ന് ഹീറോയോട് ചോദിക്കുക. അവനും അത് കാണുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഹീറോ ടോർച്ച് ലൈറ്റും എടുത്ത് ഈ സ്ക്രീനിന്റെ അടുത്തേക്ക് നടന്നു പോവാ. നടന്ന് അടുത്തെത്തുമ്പോ ഒരു രൂപം സ്ക്രീനിന് പിറകിന്ന് തന്റെ മുഖം സ്ക്രീനിലേക്ക് അമർത്തി മുന്നിലേക്ക് ഇങ്ങനെ തള്ളി വരികയാണ്. അടുത്തു പോയ ചെറുക്കൻ പെട്ടെന്ന് ഈ സ്ക്രീൻ വലിച്ചു താഴേക്കിടും. അപ്പൊ ആ രൂപത്തെ കാണുന്നില്ല. ഉടനെ ഹീറോ തിരിഞ്ഞ് ഹീറോയിനോട് ചോദിക്കുക, നീ അതിനെ കണ്ടായിരുന്നോന്ന്? അവള് പറഞ്ഞു, ഞാനും കണ്ടിരുന്നെന്ന്. ഉടനെ ഇവര് നിൽക്കുന്ന ആ കാടിനകത്തൂടെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മറയുന്ന ശബ്ദം കേൾക്കാം. നമ്മുടെ പെണ്ണ് പെട്ടെന്ന് ആ പ്രൊജക്ടർ ലൈറ്റ് കയ്യിലെടുത്ത് ഈ കാടിന് ചുറ്റും ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്കൊക്കെ ആ ലൈറ്റ് അടിച്ച് നോക്കാണ്. ആദ്യമൊന്നും കാണില്ല. ഇതിങ്ങനെ മാറി മാറി അടിച്ചു വരവേ പ്രൊജക്ടറിൽ കാണുന്ന രൂപത്തോട് ചേർന്ന് ഒരു രൂപം ഇരുട്ടിൽ നിൽക്കുന്നതായിട്ട് കാണാം.